പള്ളാത്തുരുത്തിയിലെ അദ്ദേഹം 927 നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഗുരുദേവൻ വളരെ ഗംഭീരമായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളതാണ് സനാതനധർമ്മം. 2, നിങ്ങൾക്ക് മതം മാറണം, ഏതെങ്കിലേക്കും മതം മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിലേക്ക് മാറൂ എന്ന് ഗുരുദേവൻ അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല, സനാതനധർമ്മ വിശ്വാസിയല്ല എന്ന് പറയുന്നത്. ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇവരുടെ ഉദ്ദേശശുദ്ധിയാണ് ചോദിച്ചത്. ഏത് അടിസ്ഥാനത്തിലാണ് ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്ന് പറയുന്നത്? ഗുരുദേവൻ ഒരു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണോ? ഒരു ജാതി ഒരു ദൈവം ഒരു മതം മനുഷ്യന് എന്ന് പറഞ്ഞതുകൊണ്ടാണോ? അങ്ങനെയാണ് എല്ലാ സന്യാസിമാരും പറഞ്ഞിട്ടുള്ളത്. ശങ്കരൻ അതല്ലേ പറഞ്ഞത്? ശങ്കരന് മതം ഉണ്ടായിരുന്നോ, ജാതി ഉണ്ടായിരുന്നോ? ഇവർ ശങ്കരന്റെ നിർവാണ ശതകം വായിക്കണം. നിർവാണ ശതകത്തിൽ ശങ്കരൻ പറയുന്നത്, ഞാൻ മനുഷ്യനല്ല, എനിക്ക് മരണമില്ല, എനിക്ക് ജനനമില്ല, എനിക്ക് മതമാത്സര്യങ്ങളില്ല, എനിക്ക് ലോഭമില്ല, എനിക്ക് ലാഭമില്ല, എനിക്ക് സുഖമില്ല, എനിക്ക് ദുഃഖമില്ല, എനിക്ക് ജാതി ഭേദമില്ല, ഇതൊന്നുമില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപമാണ് ഞാൻ എന്ന് ശങ്കരൻ നിർവാണ ശതകത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ശങ്കരൻ ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം എന്നുള്ള ആ പദ്യം അതിലാണ്. ശങ്കരന്റെ അടുത്ത ഒരു കൃതിയാണ് മനീഷാ പഞ്ചകം. മനീഷാ പഞ്ചകം ഈ അറിവിനെ ആര് തിരിച്ചറിയുന്നോ ആ അറിവ് ആർജിക്കുന്നവൻ ചണ്ടാലനാകട്ടെ ബ്രാഹ്മണനാകട്ടെ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കണം. ഇത് യഥാർത്ഥത്തില് അതാണ് സനാതനധർമ്മം. ഈ തത്വത്തെ ഉൾക്കൊണ്ട രാമകൃഷ്ണ പരമഹംസർക്ക് ജാതി ഉണ്ടായിരുന്നു, മതം ഉണ്ടായിരുന്നു. അദ്ദേഹം മതത്തെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? ഈ ആത്മജ്ഞാനം തിരിച്ചറിഞ്ഞവര് അവരിതെല്ലാം പറഞ്ഞിട്ടുണ്ട്.